ചെയ്യണം? ഇമാജിൻ ചെയ്യണം. ഇപ്പം രാവിലെ ആദ്യ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. അപ്പൊ ആദ്യയുടെ അമ്മ പറയാണ് മോളെ തലന്ന് വഴിക്ക് ഒരു പോസ്റ്റ് ഒന്ന് ലെറ്റർ ഒന്ന് പോസ്റ്റ് ചെയ്യണമെന്ന് പറയാണ്. ഓക്കെ, അപ്പൊ ആദ്യ ജംഗ്ഷനിൽ വന്ന് നിൽക്കുമ്പോൾ അവിടെ ഒരു ഇന്ത്യൻ പോസ്റ്റ് ഓഫീസും ഉണ്ട്, പ്രൈവറ്റ് സെക്ടറായിട്ടുള്ള പോലുള്ള പോസ്റ്റ് ഓഫീസും. ആദ്യം ഏത് ചൂസ് ചെയ്യുമായിരിക്കും? പോസ്റ്റ് ഓഫീസ്. അതാണ് ഏത് പോസ്റ്റ് ഓഫീസ്? ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ്. എന്തുകൊണ്ടാണ്? ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുമ്പോൾ എന്താണ്, മറ്റതിനെ വിളിച്ച് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് കുറച്ചുകൂടി അഫോർഡബിൾ ആയിരിക്കും അല്ലേ? കോസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ചൂസ് ചെയ്യുന്നത്. അതേസമയം മറ്റത് എന്താണ്, വില കൂടുതലായിട്ട്, പക്ഷേ എന്താണ്, കുറച്ചുകൂടി ആക്യുറസി ആണ്. സ്പീഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലെറ്ററൊക്കെ നമുക്ക് ഉദ്ദേശിക്കുന്നത് കൺവീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്താണ്, എഫിഷ്യൻസി വെച്ച് നോക്കുമ്പോൾ മറ്റ് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിനെ അപേക്ഷിച്ച് മറ്റത് കുറച്ചുകൂടി ബെറ്റർ ആണ്. കോസ്റ്റ് വൈസ് ആണെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ്. ഓക്കെ, പിന്നെ അത് വേറൊരു എക്സാമ്പിൾ പറയാം. ഒരു ഫോട്ടോ കാണിക്കാതെ. ഇത് എന്തിന്റെ സിമ്പിൾ ആണെന്ന് പറയാമോ? കലയുണ്ടെങ്കിൽ ആരും പഠിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഒന്ന് എസ് ബി ഐയുടെ ഇതാണ്. ഇത് ഒന്ന് എന്താണ്, ICICI ബാങ്കിന്റെ ഒരു ലോഗോ ആണ്. അപ്പം ഇത് രണ്ടിന്റെയും ഫണ്ടമെന്റൽ ഫീച്ചർ എന്താണ്? ഇത് എന്ത് ഡിഫറൻസ് ആണ്? ഒന്ന് പ്രൈവറ്റ് ബാങ്ക്, എന്താണ്? ഒന്ന് നാഷണലൈസ്ഡ്, ഒന്ന് ഗവൺമെന്റ് ബാങ്കാണ്, മറ്റൊന്ന് പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി നമ്മുടെ ഇന്ത്യയിൽ പബ്ലിക് സെക്ടറും ഉണ്ട്, പ്രൈവറ്റ് സെക്ടറും ഉണ്ട്. ഇത് രണ്ടും മാത്രമാണുള്ളത്. അല്ല, പിന്നെ എന്താണ്, ഇത് രണ്ടും കൂടി മിക്സ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സെക്ടറും കൂടി ഉണ്ട്. അതിന്റെ പേരാണ് എന്ത്? മിക്സ്ഡ് എക്കോണമി. ഇതാണ് പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും കൂടി ജോയിൻലി പ്രവർത്തിക്കുന്ന ഒരു സെക്ടറാണ് എന്ത്? മിക്സ്ഡ് എക്കോണമി. അപ്പൊ നമ്മുടെ ടോപ്പിക് ഇന്ന് എന്താണ് ടീച്ചർ പഠിപ്പിക്കുന്നത്? മിക്സ്ഡ് എക്കോണമി. മിക്സ്ഡ് എക്കോണമി. മിക്സ്ഡ് എക്കോണമിയാണ് നമ്മുടെ ടോപ്പിക്. മിക്സ്ഡ് എക്കോണമി